എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2016 PSC നടത്തിയ UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിൽ നിന്നുള്ള ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം പല ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് എടുക്കുന്നത്. ഓരോ ചോദ്യവും ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അത് എങ്ങനെ ഏറ്റവും പെട്ടെന്ന് ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരത്തിൽ എത്താൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതോടൊപ്പം തന്നെ പറഞ്ഞു പോകുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ, വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സഫിക്സ്? അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം കാണുമ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന നമുക്ക് വേണ്ട ഭാഗം ഇതാണ്: സഫിക്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ എന്താണ് ഒരു സഫിക്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടാവും പ്രിഫിക്സുകളെക്കുറിച്ചും സഫിക്സുകളെക്കുറിച്ചും. അതായത് വേർഡ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പുതിയ വാക്കുകൾ ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ വാക്കുകൾ കിട്ടാൻ വേണ്ടി റൂട്ട് വേർഡിനോടുകൂടി ബേസ് വേർഡിനോടുകൂടി പ്രിഫിക്സുകളും സഫിക്സുകളും ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ വിശദമായ ഒരു ടോപ്പിക്കിൽ കണ്ടിട്ടുണ്ട്. സിമ്പിൾ വേർഡ്, കോമ്പൗണ്ട് വേർഡ്, കോംപ്ലക്സ് വേർഡ് എന്ന് പറയുന്ന ഒരു ഭാഗം ഓൾറെഡി ഒരു വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഒരു ടൈറ്റിലിൽ അതിൽ നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പ്രിഫിക്സുകളും സഫിക്സുകളും ഒക്കെ എവിടെയാണ് വരുന്നത് എന്നുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നു, ഒരു റൂട്ട് വേർഡിനോട് കൂടി പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്യുമ്പോൾ പുതിയൊരു വേർഡ് കിട്ടുന്നു. ഇങ്ങനെയുള്ള വേർഡിനെ നമ്മൾ വിളിക്കുന്നത് കോംപ്ലക്സ് വേർഡ് എന്നാണ്. ഓക്കെ, ഇനി ഇതിലെല്ലാം ഉപരി ഈ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് പ്രിഫിക്സ് എന്നുള്ളതാണ്. പ്രിഫിക്സ് ഒരു വേർഡിൻ്റെ ആദ്യം ചേർക്കുന്ന, തുടക്കത്തിൽ ചേർക്കുന്ന ആ ഒരു ചെറിയ കഷ്ണത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രിഫിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സഫിക്സ് എന്തായിരിക്കും? ഒരു വാക്കിൻ്റെ റൂട്ട് വേർഡിൻ്റെ അവസാനം ചേർക്കുന്ന ഭാഗം, അതിൻ്റെ എൻഡിൽ ചേർക്കുന്ന ഭാഗം. അങ്ങനെ ആ ഒരു ഭാഗം ചേർക്കുമ്പോഴേക്കും പുതിയൊരു വാക്കായി അല്ലെങ്കിൽ അർത്ഥത്തിൽ മാറ്റം സംഭവിക്കുന്നു, പുതിയൊരു വാക്കായി അത് മാറുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന വാക്കിൽ എവിടെയൊക്കെയാണ് പ്രിഫിക്സ്, എവിടെയൊക്കെയാണ് സഫിക്സ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ നമ്മൾ തുടങ്ങിയാണ്. ഇമ്പോസിബിൾ എന്നൊരു വേർഡ് നമ്മൾ കാണുന്നു. ഇമ്പോസിബിൾ. സോ ഈ ഒരു വേർഡിൽ പോസിബിൾ എന്നൊരു വാക്കുണ്ട്, തുടക്കത്തിൽ ഒരു പ്രിഫിക്സും ഉണ്ട്. അടുത്തത് ഡിസ്ലൈക്ക് എന്നൊരു വേർഡ് നമ്മൾ കാണുകയാണെങ്കിൽ ലൈക്ക് എന്നൊരു റൂട്ട് വേർഡ് ഉണ്ട്, ആദ്യമേ DIS, ഡിസ്, അതൊരു പ്രിഫിക്സ് ആണ്. എന്നാൽ സക്സസ്ഫുൾ എന്ന വാക്ക് നോക്കുമ്പോൾ സക്സസ് എന്നൊരു വാക്ക് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഒരു സഫിക്സ് ആണ്. നമുക്ക് വേണ്ട ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സഫിക്സ്? അപ്പോൾ സഫിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഫിക്സ് ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. സക്സസ്ഫുൾ എന്നുള്ള വാക്കാണ് ഇതിൻ്റെ കൃത്യമായ ഉത്തരം. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പ്രിഫിക്സ്, സഫിക്സ്, ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയുള്ള വാക്കുകൾ പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്ത് നമ്മൾ ഫോം ചെയ്യുന്ന വാക്കുകളെ കോംപ്ലക്സ് വേർഡ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ വാക്കുകൾ നമ്മൾ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ചോദ്യം തരാം. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ, 4 വാക്ക് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ ഏതാണ് കോംപ്ലക്സ് വേർഡിന് എക്സാമ്പിൾ. അവിടെയും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങൾ കാണുന്ന ഓപ്ഷനിൽ പ്രിഫിക്സും സഫിക്സും ഏതെങ്കിലും ഒന്നെങ്കിൽ പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ്, അല്ലെങ്കിൽ പ്രിഫിക്സും സഫിക്സും ഒരുപോലെ വരാം. ഓക്കെ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാക്ക് ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതെന്താണ്? കോംപ്ലക്സ് വേർഡിന് എക്സാമ്പിളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ഡാഷ്. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഏത് ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻസ് ഡോൺ വി, ഡു വി, ഷാൽ വി, ഷാൽ ഐ. കണ്ടപ്പോഴേ മനസ്സിലായി ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് ഇത്. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സെൻറ്റൻസ് ലെറ്റ്സിൽ തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ, ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റ് അസിൽ തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല. അതിൻ്റെ ടാഗ് എപ്പോഴും ഷാൽ വി എന്നായിരിക്കും. ഒരു സെൻറ്റൻസ് ലെറ്റ്സ് ആവാം, അല്ലെങ്കിൽ ലെറ്റ് അസ് എന്നാവാം. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റ് അസ്, ലെറ്റ് അപ്പസ്ട്രോഫി എസ്
അല്ലെങ്കിൽ ലെറ്റസ്, രണ്ടും ഒന്ന് തന്നെ, ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ്. അപ്പോൾ ലെറ്റിലോ ലെറ്റ്സിലോ അസ്സിലോ തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാഗ് എപ്പോഴും ഷാൽ ബി എന്നായിരിക്കും. എന്നാൽ ഇതിനോട് കൂടി മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ലെറ്റ് അസ്സിന് പകരം ലെറ്റ് ഹിം ആകാം, ലെറ്റ് ഹെർ ആകാം, ലെറ്റ് ദെം ആകാം, ലെറ്റ് മീ ആകാം. അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ സാധ്യത വിൽ യു എന്ന് പറയുന്ന ടാഗ് ആയിരിക്കും. സോ ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, ലെറ്റ് ദെം അങ്ങനെയുള്ള മറ്റ് ഏതെങ്കിലുമാണ് സെൻറ്റൻസ് തുടക്കമെങ്കിൽ, അങ്ങനെയാണ് സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ടാഗ് വിൽ യു എന്നായിരിക്കും. ലെറ്റ് അസ് അല്ലെങ്കിൽ ലെറ്റ്സ് ആണെങ്കിൽ ഷാൽ വി, അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഓർക്കാം വിൽ യു ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. കവിത റോട്ട് എ നോവൽ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ നോവൽ വാസ് റിട്ടൺ ബൈ കവിത, എ നോവൽ വാസ് റോട്ട് ബൈ കവിത, എ നോവൽ ഈസ് റിട്ടൺ ബൈ കവിത, എ നോവൽ ഈസ് റോട്ട് ബൈ കവിത. ചോദ്യം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് വന്നിരിക്കുന്ന ഭാഗം ആക്റ്റീവ് പാസീവ് വോയിസ് എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ആക്റ്റീവ് വോയിസുമായി ബന്ധപ്പെട്ട പാസീവ് വോയിസിലേക്ക് വന്നിരിക്കുന്ന ഒരു ചേഞ്ച്, പാസീവ് ഫോർമേഷനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പാസീവിലേക്ക് മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സെൻറ്റൻസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിൽ നമുക്ക് പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ചോദ്യം കാണുമ്പോഴേ അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിന് ആൻസർ എത്താം, അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഓപ്ഷൻസൊക്കെ തൽക്കാലം ഒന്ന് മായ്ക്കുകയാണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം നമ്മളൊന്ന് പഠിക്കാനായിട്ട് എടുത്തിരിക്കുകയാണ്. കവിത റോട്ട് എ നോവൽ. ഓക്കെ, ഈ സെൻറ്റൻസിനെ പലതായിട്ടൊന്ന് തിരിക്കുകയാണ്. ഇതിൽ ഓരോ ഭാഗവും ഒന്ന് തിരിക്കുകയാണ്. കവിത എന്നുള്ളത് ഈ സെൻറ്റൻസിൻ്റെ ഈ സബ്ജക്റ്റാണ്, നമുക്കറിയാം സബ്ജക്റ്റാണ് ഈ സെൻറ്റൻസിൻ്റെ. റോട്ട് എന്നുള്ളത് ഈ സെൻറ്റൻസിലെ വെർബാണ്. എ നോവൽ എന്നുള്ളത് ഈ സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റാണ്. അതായത് ഒരു ആക്റ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന രീതിയിലാണ്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഇതാണ് ഒരു ആക്റ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആക്റ്റീവ് സെൻറ്റൻസിൽ നിന്ന് നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഒരു പാസീവ് സെൻറ്റൻസ് ആണെങ്കിൽ അത് തുടങ്ങുന്നത് ആക്റ്റീവിലെ ഒബ്ജക്റ്റിൽ നിന്നാണ്. അപ്പോൾ ആക്റ്റീവ് സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റായി നിൽക്കുന്ന വാക്കാണ് പാസീവ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്നത്. സബ്ജക്റ്റ് ആദ്യമാണ്, അപ്പോൾ അവിടെ വരുന്നത് ആ ഒബ്ജക്റ്റായി നിൽക്കുന്ന വാക്കാണ്. അതിനുശേഷം വെർബ് വരും, പക്ഷേ വെർബിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവസാനം എന്താണ്? സബ്ജക്റ്റാണ്. ഓക്കെ, ഈ സബ്ജക്റ്റിന് മുൻപ് സാധാരണ നമ്മൾ ബൈ ഉപയോഗിക്കാറുണ്ട്. അതെല്ലായിടത്തും ബൈ ആകണം നിർബന്ധമൊന്നുമില്ല, ബൈ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് എവിടെയാണ് ബൈ വരുന്നത് അല്ലെങ്കിൽ മറ്റ് വാക്കുകൾ ഏതൊക്കെ വരാറുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ എങ്ങനെ ചെയ്തു? ഇതിൻ്റെ ഓർഡറിൽ വന്നേക്കുന്ന വ്യത്യാസം ഇതാണ്. ആദ്യം നമുക്കതിൻ്റെ ഒബ്ജക്റ്റിൽ വേണം തുടങ്ങാൻ. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? എ നോവൽ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. സോ സെൻറ്റൻസ് തുടങ്ങുന്നത് എ നോവൽ എന്ന വാക്കിൽ നിന്നാണ്. അതിനുശേഷം വെർബാണ്, പക്ഷേ വെർബിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ റോട്ട് എന്ന വെർബാണ്. നമ്മൾ ആ വെർബ് കാണുമ്പോഴേ ഐഡൻറ്റിഫൈ ചെയ്യണം അത് ഏത് വെർബാണ്, അത് വെർബിൻ്റെ ഏത് രൂപമാണ്. റോട്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. വെർബിൻ്റെ 3 രൂപങ്ങൾ V1, V2, V3. അതിലെ V2 ഫോമാണ് റോട്ട്. റൈറ്റ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ആണ് റോട്ട്. V2 എന്നുള്ളത് വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ്, V2 ഫോമാണ് പാസ്റ്റ് ഫോമാണ്. സോ റൈറ്റിൻ്റെ പാസ്റ്റ് ആണ് റോട്ട്. ഓക്കെ, അങ്ങനെ ഒരു V2 വെർബ് വന്നാൽ അത് മാറുന്നത് എങ്ങനെയാണ്? V2 വെർബ് ആണ് എന്നുണ്ടെങ്കിൽ അത് വാസ് ഓർ വെയർ പ്ലസ് V3 എന്ന ഫോമിലേക്ക് മാറണം. ഇതാണ് ഒരു റൂള്. V2 വെർബാണ് ഉള്ളതെങ്കിൽ V2 വെർബിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ അത് വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3 എന്നായി മാറണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ നോവൽ എന്നതിന് ശേഷം, എ നോവൽ എന്ന് നിൽക്കുന്ന വാക്ക് സിംഗുലർ ആയതുകൊണ്ട് നോവലിന് ശേഷം വാസ് ആണോ വെയർ ആണോ വരുന്നത്? അവിടെ വെയർ എന്ന വാക്കിന് സാധ്യതയില്ല, അതുകൊണ്ട് വാസ് വരുന്നു. അതിനുശേഷം V3 ആണെങ്കിൽ റൈറ്റ് റോട്ട് റിട്ടൺ എന്നുള്ളതാണ്. സോ എ നോവൽ വാസ് റിട്ടൺ. ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബൈ വേണം. എ നോവൽ വാസ് റിട്ടൺ ബൈ. സബ്ജക്റ്റായി നിൽക്കുന്ന വാക്ക് ഏതാണ്? കവിതയാണ്. സോ എ നോവൽ വാസ് റിട്ടൺ ബൈ കവിത എന്ന് നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ ആൻസർ കിട്ടും. എ നോവൽ വാസ് റിട്ടൺ ബൈ കവിത. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി ഇവിടെ നമ്മൾ V2 ആണ് വരുന്നതെങ്കിൽ പറഞ്ഞു V2 വെർബ് ആണെങ്കിൽ റോട്ട് എന്നൊരു V2 വെർബാണ്, അതുകൊണ്ടാണ് വാസ് ഓർ വെയർ പ്ലസ് V3 എന്ന രൂപത്തിലേക്ക് മാറ്റിയതെന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ, ഇനി V2 അല്ല മറ്റേതെങ്കിലും ഒരു വെർബാണ് അവിടെ വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിത് മായ്ക്കുകയാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. അതായത് ഇവിടെ ഈ സെൻറ്റൻസിൽ
റൈറ്റ്സ് എന്നൊരു വെർബാണ് തന്നിരുന്നതെന്ന് വിചാരിക്കുക. റൈറ്റ്സ് എന്നുള്ളത് എന്താണ്? V1 ആണ്. അപ്പോൾ ഓർത്തേ, ഒരു V1 വെർബാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ വെർബിലുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു V1 വെർബാണെങ്കിൽ അത് ഈസ് അല്ലെങ്കിൽ ആം പ്ലസ് ആർ പ്ലസ് V3, ഈസ് V3 അല്ലെങ്കിൽ ആം V3 അല്ലെങ്കിൽ ആർ V3 എന്നായി മാറുന്നു. ഇപ്പോൾ ഈ സെൻറ്റൻസിൽ കവിത റൈറ്റ്സ് എ നോവൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസ് എങ്ങനെ മാറിയേനെ? നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം ഇതിൽ തുടങ്ങണം. ഒബ്ജക്റ്റ് എ നോവലാണ്, എ നോവൽ വന്നു, അതിനുശേഷം റൈറ്റ്സ് എന്നുള്ളത് V1 ആണ്. ഈ V1 മാറുമ്പോൾ ഒന്നെങ്കിൽ ഈസ് V3 എന്നായി മാറണം അല്ലെങ്കിൽ ആം V3 എന്നായി മാറണം. നോക്കാം, ആദ്യമേ എ നോവലാണ്. എ നോവലിന് ശേഷം വരുന്നത് ഈസ് ആം ആർ ഏതാണ്? എ നോവൽ ഈസ് എന്നാണോ, എ നോവൽ ആം എന്നാണോ, എ നോവൽ ആർ എന്നാണോ വരുന്നത്? നോവൽ സിംഗുലർ ആണ്, സോ ഈസ് വരുന്നു. എ നോവൽ ഈസ്, ശേഷം V3 വെർബ്. റൈറ്റിൻ്റെ V3 ഏതാണ്? റൈറ്റ് റോട്ട് റിട്ടൺ. സോ എ നോവൽ ഈസ് റിട്ടൺ ബൈ കവിത എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഒരു V1 വെർബ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും അത് ഒന്നെങ്കിൽ ഈസ് V3, ആം V3 അല്ലെങ്കിൽ ആർ V3 എന്നായി മാറുന്നു. ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. V2 ആണെങ്കിൽ എന്താണ്? V2 ആണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഈസ് ആമിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3 എന്ന് വരുന്നു. സോ V1 ആണെങ്കിൽ ഈസ് ആം ആർ V3, V2 ആണെങ്കിൽ വാസ് ഓർ വെയർ V3 എന്നായി മാറുന്നു. ഇനി അടുത്തൊരു സാധ്യത നോക്കിക്കേ, ചിലപ്പോൾ കവിത ഈസ് റൈറ്റിംഗ് എ നോവൽ. സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ച്, കവിത ഈസ് റൈറ്റിംഗ് എന്നാണെന്ന് വിചാരിക്കുക. കവിത ഈസ് റൈറ്റിംഗ് എ നോവൽ, കവിത ഈസ് റൈറ്റിംഗ് എ നോവൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ സെൻറ്റൻസ് എങ്കിൽ അതിൻ്റെ പാസീവ് ഫോം എന്താണ്? ഈസ് റൈറ്റിംഗ്. അതായത് ചിലപ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ഒരു ING വെർബ്, അതിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഈസ് ആം ആർ ING. ഒറ്റ കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ആക്റ്റീവ് സെൻറ്റൻസിൽ ഏതൊക്കെ ഓക്സിലറി ഉണ്ടോ ആ ഓക്സിലറിയുടെ ഫാമിലി തന്നെ ഇപ്പോഴേയും വരുള്ളൂ. ഇവിടെ ഈസ് ആം ആർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെയും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ തന്നെയാണ്. ഓക്കെ, ഇവിടെ വരുന്ന ഓക്സിലറി ഏത് ഫാമിലിയിൽപ്പെട്ടതാണോ, ഏതൊക്കെയാണോ അതേ ഫാമിലിയിൽപ്പെട്ടവ മാത്രമേ ഇവിടെയും വരികയുള്ളൂ. അപ്പോൾ ഫാമിലി എന്നൊരു വാക്ക് ഞാനിവിടെ ഉപയോഗിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ പറയുന്നത് ബിയുടെ ഓക്സിലറിയാണ് ഈസ് ആം ആർ. ഹാവിൻ്റെ ഫാമിലിയിൽപ്പെട്ടതാണ് ഹാസ്, ഹാവ്, ഹാഡ്. ഡു ആണ് ഡൂവ്, ഡസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഓക്സിലറിയുടെ ഫാമിലി എന്ന് പറയുന്നത്. സോ ഈസ് ആം ആർ ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെയും വരുന്നത് ഈസ് ആം ആർ. അത്ര കൊണ്ട് തീരുന്നില്ല. പ്ലസ് ബീങ് എന്നൊരു വാക്ക് നമ്മൾ പുതിയതായി കൂട്ടിച്ചേർക്കുന്നു, ബീങ് പ്ലസ് V3. സോ ഈസ് ആം ആർ പ്ലസ് ING എന്നുള്ളത് ഈസ് ആം ആർ ബീങ് V3. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റൻസിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കവിത ഈസ് റൈറ്റിംഗ് എ നോവൽ. വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ തുടങ്ങുകയാണ് എവിടെ? എ നോവൽ എന്ന ഒബ്ജക്റ്റ് എടുക്കുകയാണ്. എ നോവൽ എന്ന് തുടങ്ങുന്നു. സോ എ നോവൽ, എ നോവൽ. എ നോവലിന് ശേഷം നമുക്കറിയാം വെർബ് ഒന്നെങ്കിൽ ഈസ് ആം ആർ പ്ലസ് ബീങ് V3. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. എ നോവലിന് ശേഷം ഇത് വരും ഈസ്. എ നോവൽ ഈസ്. അടുത്തത് ഏതാണ്? ബീങ്. എ നോവൽ ഈസ് ബീങ്. അടുത്തത് ഏതാണ്? V3 വെർബ് വരണം. റൈറ്റ് എന്നുള്ളതിൻ്റെ V3 ഇവിടെ ഏതാണ്? റിട്ടൺ തന്നെയാണ്. സോ എ നോവൽ ഈസ് ബീങ് റിട്ടൺ ബൈ കവിത. എ നോവൽ ഈസ് ബീങ് റിട്ടൺ ബൈ കവിത എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ക്ലിയർ ആണോ? അതായത് ഈസ് ആം ആർ പ്ലസ് ING എന്തായി മാറി? ഈസ് ആം ആർ പ്ലസ് ബീങ് V3 എന്നായി മാറുന്നു. ഇപ്പം 3 സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് V1 ആണെങ്കിൽ വെർബ് V1 ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? ഈസ് ആം ആർ പ്ലസ് V3. ഇനി വെർബായി വരുന്നത് ഒരു V2 വെർബാണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3. അടുത്തത് ഈസ് ആം ആർ പ്ലസ് ING വെർബാണ് വരുന്നതെങ്കിൽ ഈസ് ആം ആർ പ്ലസ് ബീങ് V3. അടുത്തത് മറ്റൊരു സ്ട്രക്ചർ, അതായത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇങ്ങനെയല്ല. കവിത വാസ് റൈറ്റിംഗ് എ നോവൽ. നമ്മുടെ സെൻറ്റൻസ് ഇതായിരുന്നു എന്ന് വിചാരിച്ച്, ഇത് കവിത വാസ് റൈറ്റിംഗ് എ നോവൽ. കവിത വാസ് റൈറ്റിംഗ് എ നോവൽ. അപ്പോൾ അങ്ങനെയായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അതിൻ്റെ ആൻസർ നോക്കാം നമുക്ക്. ഇനി ചില സെൻറ്റൻസിൻ്റെ വെർബായി നമുക്ക് കാണാൻ പറ്റുന്നത് വാസ് ഓർ വെയർ പ്ലസ് ING ആണെന്ന് വിചാരിക്കുക. വാസ് ഓർ വെയർ പ്ലസ് ഒരു ING വെർബ്. അങ്ങനെയാണെങ്കിൽ ഈ വാസ് ഓർ വെയർ പ്ലസ് ING വെർബ് മാറുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റം, ഒരു കാര്യം തൊട്ട് മുൻപ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഓക്സിലറിക്ക് മാറ്റം ഉണ്ടാവാറില്ല. ഇവിടെയുള്ള ഓക്സിലറി അതേപോലെ തന്നെ ഇവിടെ വരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ വാസ് ഓർ വെയർ ആണെങ്കിൽ ഇവിടെയും വാസ് ഓർ വെയർ പ്ലസ് പിന്നീട് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്, അവിടെ ബീങ് പ്ലസ് V3. വാസ് ഓർ വെയർ ING വെർബ്
വാസ് ഓർ വെയർ പ്ലസ് ബീങ് V3 എന്നായി മാറുന്നു. സോ കവിത വാസ് റൈറ്റിംഗ് എ നോവൽ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ നോവലിന് ശേഷം വാസോ വേറോ? നോവൽ സിംഗുലർ ആണ്, അതുകൊണ്ട് വാസ് വരുന്നു. എ നോവൽ വാസ് ബീങ് റിട്ടൺ ബൈ കവിത എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചു? ഒന്നാമത്തെ ചേഞ്ച്, ഇത് മറ്റൊരു വെർബിൻ്റെ രൂപം. 3, 4. ഇപ്പം നമ്മൾ 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 4 ടൈപ്പ് വെർബിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്തത് 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, 5ാമത്തേത് ചിലപ്പോൾ നമ്മുടെ വെർബ് ഇങ്ങനെയാവാം. അതായത് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. അതായത് ഈ സെൻറ്റൻസ് വീണ്ടും ഞാനൊന്ന് മാറ്റുകയാണ്. കവിത ഹാസ് റിട്ടൺ എ നോവൽ. ഇങ്ങനെയായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് കരുതുക. ഇത് കവിത ഹാസ് റിട്ടൺ. അതായത് നമ്മുടെ വെർബ് ഏതാണ്? ഹാസ് പ്ലസ് V3, അതായത് ഹാസ് റിട്ടൺ. അതായത് ഹാസ് അല്ലെങ്കിൽ ഹാവ് V3 വന്നാൽ, ഹാസ് ഓർ ഹാവ് V3 ആണ് വെർബെങ്കിൽ അതിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റം ഇവിടെയും ഓക്സിലറി മാറുന്നില്ല. ഹാസ് ഓർ ഹാവ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് തന്നെ. പിന്നെയോ അഡീഷൻ എന്താണ്? പ്ലസ് ബീൻ പ്ലസ് V3. ഹാസ് ഓർ ഹാവ് തന്നെ, അതിൽ മാറ്റമില്ല. അതിനുശേഷം ഒരു ബീൻ ഉണ്ടാവും, വെർബിൻ്റെ V3 ഫോം ഉണ്ടാവും. ഹാസ് ഓർ ഹാവ് ബീൻ V3 എന്ന് വരുന്നു. സോ കവിത ഹാസ് റിട്ടൺ എ നോവൽ എന്നുള്ള സെൻറ്റൻസിൻ്റെ പാസീവ് ഫോം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എ നോവൽ ഹാസ് ബീൻ റിട്ടൺ ബൈ കവിത. എന്തുകൊണ്ടാണ് അവിടെ ഹാസ് വരാൻ കാരണം? എ നോവൽ എന്നുള്ളത് സിംഗുലർ ആണ്. എ നോവൽ ഹാസ് ബീൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത സെൻറ്റൻസ്, അടുത്തൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇതാണ്. 6ാമത്തേത് നോക്കുക. ഹാഡ് വരാം. ഹാഡ് പ്ലസ് V3 എന്നൊരു സാധ്യതയുണ്ട്. അതായത് ഇവിടെ കവിത ഹാഡ് റിട്ടൺ എ നോവൽ. സോ ഹാഡ് പ്ലസ് V3 വരുന്നു. ആക്റ്റീവ് ഫോം ഹാഡ് V3 ആണ് വെർബെങ്കിൽ ആ വെർബിനെ നമ്മൾ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം ഹാഡ് മാറുന്നില്ല. ഹാഡ് ബീൻ പ്ലസ് V3 എന്നായി മാറുന്നു. സോ ഹാഡ് V3 എന്തായി മാറി? ഹാഡ് ബീൻ V3 എന്നായി മാറുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു 6 ചേഞ്ചുകൾ നമ്മളൊന്ന് ഓർത്തിരിക്കുക. പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? ഈ 6 ചേഞ്ച് നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പാസീവ് ഫോമിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് പ്രസൻറ്റും പാസ്റ്റ് ടെൻസ്, 2 ടെൻസുകളുടെ പാസീവ് ഫോമിലെ ചേഞ്ചാണ് പറഞ്ഞത്. കവിത ഹാഡ് റിട്ടൺ എ നോവൽ. സോ എന്ത് പറയും? എ നോവൽ ഹാഡ് ബീൻ റിട്ടൺ ബൈ കവിത. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഹരി, ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. ഹരി പറയുന്നൊരു സെൻറ്റൻസ് ആണ്, ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. ഇത്തരത്തിലൊരു സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് 4 ഓപ്ഷൻ. ഹരി സെഡ് ദാറ്റ് he was a student of APJ Abdul Kalam. Hari said that he had been a student of APJ Abdul Kalam. Hari said that he has been a student of APJ Abdul Kalam. Hari said that he is a student of APJ Abdul Kalam. ഓക്കെ, ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ചോദ്യം കണ്ടപ്പോഴേ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഇത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കാം, നമുക്ക് ഹരി എല്ലായിടത്തും നമുക്ക് ഈ ഒരു ഭാഗം ശരിയാണ് അല്ലേ? ഹരി സെഡ് ദാറ്റ്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്ത് തെറ്റില്ല. അതിനുശേഷം വരുന്ന ഭാഗത്ത് എവിടെയാണ് തെറ്റുള്ളത് അത് നമ്മൾ കണ്ടുപിടിക്കാം. അതിന് മുമ്പ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സ്പീച്ച് പാർട്ട്, ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ തന്നിരിക്കുന്ന ഈ ഒരു സ്പീച്ച് പാർട്ടിലേക്ക് നമുക്ക് നോക്കാം. ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. അതിലെ വെർബ് ഏതാ? ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. വെർബ് ഏതാണ്? വാസ് എന്നുള്ളതാണ് വെർബ്. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചേ, വാസ് അല്ലെങ്കിൽ വെയർ എന്ന വെർബ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വാസും വെയറും മാറുന്നത് എന്തായിട്ടാണ്? ഹാഡ് ബീൻ എന്നാണ് മാറുന്നത്. വാസ് ഓർ വെയർ എന്തായി മാറുന്നു? ഹാഡ് ബീൻ എന്നായി മാറുന്നു. ഹാഡ് പ്ലസ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ എന്നായി വാസ് ഓർ വെയർ ഹാഡ് ബീൻ എന്നായി മാറുന്നു. ഇത്ര അറിയാൻ പറ്റൂലേ? ഇത്രയും ഓർത്തിരിക്കണം.
അതായത് വാസ് ഓർ വെയർ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? ഹാഡ് ബീൻ എന്നായി മാറുന്നു. ഇത്രയും കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മറ്റൊന്നും നോക്കേണ്ട. കാരണം ഒരു സ്ഥലത്ത് മാത്രമേ ഹാഡ് ബീൻ ഉള്ളൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർത്തിരിക്കണം, ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ വെർബിലുണ്ടാകുന്ന മാറ്റം അതറിയാവുന്നത് കൊണ്ടാണ് എനിക്കിത് കണ്ടപ്പോഴേ ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എനിക്കറിയാം വാസ് ഓർ വെയർ എന്തായി മാറണം? ഹാഡ് ബീൻ എന്നായി മാറണം. ഓക്കെ, കിട്ടിയോ? ഇനി ബാക്കി വെർബുകളുടെ ചേഞ്ച് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് ഒരു വെർബിൻ്റെ V1 വെർബാണെങ്കിൽ അതെന്തായി മാറണം? V2 ആയി മാറണം. V1 ആണെങ്കിൽ V2 ആയി മാറണം. അതായത് ഇവിടെ നിൽക്കുന്ന വെർബ് ഒരു V1 ആയിരുന്നു എന്ന് വിചാരിക്കുക. V1 ആണെങ്കിൽ അത് V2 ആയി മാറി. എക്സാമ്പിൾ, റൈറ്റ് എന്ന വെർബാണ് ഡയറക്റ്റ് സ്പീച്ചിലെ റൈറ്റ് എന്ന വെർബ് ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോൾ അതിൻ്റെ പാസ്റ്റായ റോട്ടായി മാറുന്നു. V1 ആണെങ്കിൽ V2 ആയി മാറുന്നു. അതുപോലെ ഹാസ്, ഹാവ്, ഹാസും ഹാവും എന്താണ്? അതിൻ്റെ പാസ്റ്റായ ഹാഡിലേക്ക് മാറുന്നു. ഹാസ് ഹാവ് ആണെങ്കിൽ പാസ്റ്റായ ഹാഡിലേക്ക് മാറുന്നു. ഈസ്, ആം, ആർ എന്നുള്ളത് അതിൻ്റെ പാസ്റ്റായ വാസ് അല്ലെങ്കിൽ വേറായി മാറുന്നു. സോ V1 ആണെങ്കിൽ V2 ആയി മാറുന്നു. ഹാസ് ഓർ ഹാവ് ഹാഡായി മാറുന്നു. ഈസ്, ആം, ആർ വാസ് ഓർ വേറായി മാറുന്നു. ഇനി അതുപോലെ വാസ് അല്ലെങ്കിൽ വേർ, അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കാണുന്നത്. വാസ് ഓർ വേർ എന്തായി മാറണം? വാസ് ഓർ വേർ എന്നുള്ളത് ഹാഡ് ബീൻ എന്നായി മാറണം. ഏതാണ്? ഹാഡ് ബീൻ എന്നായി മാറണം. അപ്പോൾ വെർബിൻ്റെ ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ അറിഞ്ഞിരിക്കാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ഏത് ചോദ്യവും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓർക്ക് ഏതൊക്കെയാണ്? V1 ആണെങ്കിൽ അത് V2 ആയി മാറണം. അല്ലെങ്കിൽ ഹാസ് ഓർ ഹാവ് ആണെങ്കിൽ അത് ഹാഡായി മാറി. ഈസ്, ആം, ആർ എന്നുള്ളത് വാസ് ഓർ വെയർ ആയി മാറി. വാസ് ഓർ വെയർ എന്നുള്ളത് ഹാഡ് ബീൻ എന്നായി മാറുന്നു. ഓക്കെ, ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇനിയും നമുക്ക് വെർബുകളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക് എടുത്തിരിക്കുന്ന ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? വാസ് ഓർ വെയർ ഹാഡ് ബീൻ എന്നാണ്. അത്ര അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം പെട്ടെന്ന് തന്നെ ചോദ്യം കാണുന്ന ആ നിമിഷം തന്നെ നമുക്കിതിൻ്റെ റൈറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: വൺ ഹൂ ഹെയ്റ്റ്സ് മാൻകൈൻഡ് ആസ് എ ഹോൾ. അപ്പോൾ ഇതിന് പറയുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മിസോജനിസ്റ്റ്, മിസാൻത്രോപ്പ്, മിസോളജിസ്റ്റ്, മിസോഗമിസ്റ്റ്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പം ഈ 4 ഓപ്ഷനും വളരെ കൺഫ്യൂസിങ് ആണ്. അറിയാം, 4ഉം സൂചിപ്പിക്കുന്നത് ഹെയ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക്, എന്തിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തിനോടെങ്കിലുമുള്ള വെറുപ്പ്, വിരോധം, ഇവയാണ് ഈ എല്ലാ വാക്കുകളും സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ ഓരോ വാക്കുകളുടെ അർത്ഥം അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തന്നെ ആൻസറിൽ എത്താൻ സാധിക്കും. നമ്മുടെ ചോദ്യം ഏതാണ്? വൺ ഹൂ ഹെയ്റ്റ്സ് മാൻകൈൻഡ്, അതിനുള്ള വാക്കാണ്. അതിനുള്ള ഉപയോഗിക്കുന്ന വൺ വേർഡ് ഏതാണ്, ഒറ്റ വാക്ക് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? മിസോജനിസ്റ്റ് എന്നുള്ള വാക്ക്. മിസോജനിസ്റ്റ് അത് കാണിക്കുന്നത് ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ഹേറ്റഡ്. വൺ ഹൂ ഡിസ്ലൈക്സ് വിമൻ എന്നുള്ളതാണ്. സ്ത്രീകളോടുള്ള വെറുപ്പാണ്. സ്ത്രീകളോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ വിരോധം, അതിനെയാണ് നമ്മളെന്ത്, അങ്ങനെയുള്ള വ്യക്തിയെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? സ്ത്രീകളോടുള്ള വെറുപ്പ്, സ്ത്രീകളോടുള്ള വിരോധമുള്ള ആളെയാണ് മിസോജനിസ്റ്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് മിസോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസണെ അല്ലെങ്കിൽ ഡിസ്കഷൻ, റീസൺ. സോ വൺ ഹൂ ഹെയ്റ്റ്സ് റീസൺ, വൺ ഹൂ ഡിസ്ലൈക്സ് ഡിസ്കഷൻ, റീസൺ. അപ്പോൾ യുക്തിയോട്, അവയോടുള്ള ആ ഒരു വെറുപ്പ്, അവ കാണിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിസോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ മിസാൻത്രോപ്പ് എന്നുള്ള വേർഡ്, വൺ ഹൂ ഹെയ്റ്റ്സ് മാൻകൈൻഡ്, മനുഷ്യരാശിയെ, മനുഷ്യവർഗത്തെ തന്നെ വെറുക്കുന്ന വ്യക്തിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിസാൻത്രോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിസോഗമിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മിസോഗമിസ്റ്റ് അത് മാരീജാണ്. മാരീജിനെ, വിവാഹത്തോട് താല്പര്യമില്ലാത്ത വ്യക്തിയാണ്, മാരീജിനെ വെറുക്കുന്ന വ്യക്തിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിസോഗമിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകരുത്. മിസോഗമിസ്റ്റും മിസോജനിസ്റ്റ് സ്ത്രീകളോട് വിരോധം പുലർത്തുന്ന വ്യക്തികളെയാണ് മിസോജനിസ്റ്റ് എന്ന് വിളിക്കുന്നത്. മിസോഗമിസ്റ്റ് എന്നുള്ള വേർഡ് വൺ ഹൂ ഹെയ്റ്റ്സ് മാരീജ് ആണ്. നമുക്ക് വേണ്ട ആൻസർ മിസാൻത്രോപ്പാണ്. വൺ ഹൂ ഹെയ്റ്റ്സ് മാൻകൈൻഡ്, മനുഷ്യരാശിയെ, മനുഷ്യവർഗത്തോട് വെറുപ്പ് പുലർത്തുന്ന അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിസാൻത്രോപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2016 UPSA ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഇംഗ്ലീഷിൻ്റെ ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് മറ്റു ചോദ്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത്
ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിലെ ആദ്യ ഭാഗത്തെ വീഡിയോ നിങ്ങൾ കാണുക, ഇത് രണ്ടാമത്തെ ഭാഗമായിട്ട് ഇതിനെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ, ഇതിൻ്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് വീഡിയോയും ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.